ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്, ഹപ്പിൾ ആർ ഡൂയിങ് വെൽ, കിഡ് അമീഷ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ. ഈ ഒരു വിഷയം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലേ. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാരകമായ രോഗങ്ങൾ, കടങ്ങൾ, കടബാധ്യതകൾ, ജോലിയില്ലായ്മ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലേ. നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട് ഇതൊക്കെ പടച്ചോൻ്റെ ഒരു പരീക്ഷണമാണെന്നല്ലേ. ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളെ ഇടങ്ങളിൽ നിന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇല്ലാതാകുമ്പോൾ എപ്പോഴും നമ്മൾ കടങ്ങളാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്, അനുഭവങ്ങളാണ് എന്ന് ഡെയിലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഉള്ളിൽ നിന്ന് പോകുമോ? ഇതൊരു ടിപ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ടിപ്സ് ഇതാണ്: എനിക്ക് കടങ്ങളില്ല, എനിക്ക് പ്രശ്നങ്ങളില്ല, എനിക്ക് പ്രയാസങ്ങളില്ല, എനിക്ക് ദുഃഖങ്ങളില്ല, ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എന്ന് ഡെയിലി നിങ്ങളത് പറയുകയാണെങ്കിൽ നിങ്ങളെ ഇടങ്ങളിലേക്ക് ഈ ഒരു സംഭവം വരികയേയില്ല. എടോ, ജീവിതത്തിൽ കടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തിനാ? കടങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. ഈ കടങ്ങളൊക്കെ തരുന്നതും ഈ കടങ്ങളൊക്കെ വീട്ടുന്നതും അതൊക്കെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. കടങ്ങൾ വീട്ടേണ്ടതാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടതാണെങ്കിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലാതെ എപ്പോഴും എനിക്ക് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് നിന്ന് നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് മാത്രം നമ്മൾ നിൽക്കേണ്ടതല്ല. എങ്ങനെയെങ്കിലും അതിനെ പുറത്തേക്ക് കടക്കേണ്ടതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുന്നതുണ്ടെങ്കിൽ നിനക്കെന്തോ നല്ല കാലം വരുന്നതായിരിക്കാം. അതാണ് നിനക്ക് തരുന്ന ഒരൊറ്റ സൂചന. പടച്ചോൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് തരുന്ന സൂചന അതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാട് വരുന്ന സമയത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. ഓക്കെ, ഇറ്റ്സ് മീ ഗെറ്റ് അമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.